സ്ത്രീയുടെ കണ്ണീർ ഒരു രാജ്യം മുഴുവൻ കത്തിച്ചുവെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? ചരിത്രം അതിനെ പുരാണം എന്ന് വിളിച്ചു, ഭക്തി അതിനെ ദേവി കഥയാക്കി. പക്ഷേ സത്യം ഇതിലും അപകടകരമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ ഒരു സ്ത്രീ ഉറക്കെ ചോദ്യം ചെയ്തു. അവളുടെ പേര് കണ്ണകി. മധുര കത്തിച്ചതിന് ശേഷം കണ്ണകി എവിടെ പോയി? തമിഴ്നാടിനേക്കാൾ കൂടുതൽ കണ്ണകിയുടെ പാദമുദ്രകൾ പതിഞ്ഞത് നമ്മുടെ കേരളത്തിലാണെന്ന് എത്ര പേർക്കറിയാം? നമ്മൾ ഇന്ന് ആരാധിക്കുന്ന പല ഭഗവതിമാരും യഥാർത്ഥത്തിൽ കണ്ണകിയുടെ മറ്റൊരു മുഖമാണെങ്കിലോ? ചരിത്രം മറച്ചുവെച്ച ആ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. കാവേരിപ്പൂ പട്ടണത്തിലെ സമ്പന്നനായ ഒരു വ്യാപാരിയുടെ മകളായിരുന്നു കണ്ണകി. ഭർത്താവ് കോവലൻ. സാധാരണ ദാമ്പത്യ ജീവിതം. പക്ഷേ കഥ അവിടെ നിൽക്കില്ല. മാധവി എന്ന നർത്തകിയിൽ കോവലൻ ആകർഷിതനായി. പ്രണയം, പിഴവ്, നഷ്ടം, സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ട് ഒടുവിൽ കണ്ണകിയുടെ അടുത്തേക്ക് അവൻ മടങ്ങിയെത്തി. കയ്യിൽ ബാക്കിയുണ്ടായത് രത്നങ്ങൾ നിറഞ്ഞ ഒരു ജോഡി കാൽ ചിലമ്പുകൾ മാത്രം. അത് വിൽക്കാനായി അവർ എത്തിയത് മധുരയിൽ. അവിടെയാണ് ചരിത്രം തലകീഴായി മറഞ്ഞത്. പാണ്ഡ്യ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചുവെന്ന ഒരു കള്ളക്കുറ്റം. അന്വേഷണമില്ല, വിചാരണയില്ല, വിവരണം പോലുമില്ല. കോവലൻ വധിക്കപ്പെട്ടു. ഇതാണ് രാജത്വത്തിന്റെ നീതി. ഇതറിഞ്ഞപ്പോൾ കണ്ണകി കരഞ്ഞില്ല, വിളിച്ചില്ല. അവൾ ചോദ്യം ചെയ്തു. രാജസഭയിലെത്തി തന്റെ ചിലമ്പ് പൊട്ടിച്ചു. രാജ്ഞിയുടെ ചിലമ്പിൽ മുത്തുകൾ, കണ്ണകിയുടെ ചിലമ്പിൽ ചുവന്ന മാണിക്യ കല്ലുകൾ. സത്യം പുറത്തു വന്നു. നീതി തെറ്റിച്ച രാജാവ് അവിടെ തന്നെ തകർന്നു വീണു. മധുര കത്തിയെരിഞ്ഞു. ഇത് ഒരു നഗരത്തിന്റെ തീയല്ല, അധികാരത്തിന്റെ അഹങ്കാരം കത്തിയ നിമിഷങ്ങളാണ്. മധുരയ്ക്ക് ശേഷം കണ്ണകി പടിഞ്ഞാറോട്ട് നടന്നു. ചരിത്രം അവിടെ നിൽക്കുന്നു. പക്ഷേ ഐതിഹ്യം പറയുന്നു അവൾ പശ്ചിമഘട്ടം കടന്ന് കേരളത്തിലെത്തിയെന്ന്. ഇന്നത്തെ തേക്കടി വനമേഖല. ഒരു വേഴാമ്പൽ മരച്ചുവട്ടിൽ കണ്ണകി സ്വർഗാരോഹണം ചെയ്തു. ആ സ്ഥലം ഇന്ന് മംഗളാദേവി ക്ഷേത്രം. സമുദ്രനിരപ്പിൽ നിന്ന് 1337 മീറ്റർ ഉയരത്തിൽ കാടിനുള്ളിൽ ഒരു ക്ഷേത്രം. നിർമ്മിച്ചത് ചേരൻ ചെങ്കുട്ടുവൻ. ചിലപ്പതികാരം പറയുന്നു ഹിമാലയത്തിൽ നിന്ന് കല്ലു കൊണ്ടുവന്ന് ഗംഗയിൽ കഴുകി കണ്ണകിയുടെ വിഗ്രഹം കൊത്തിയെന്ന്. പക്ഷേ ഇന്ന് വർഷത്തിൽ ഒരു ദിവസം മാത്രം പ്രവേശനം. മറ്റ് ദിവസങ്ങളിൽ മൗനം, തകർച്ച, രാഷ്ട്രീയം. ഒരു സ്ത്രീക്ക് വേണ്ടി പണിത ഈ അപൂർവ സ്മാരകം നമ്മൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഭദ്രകാളി എന്തുകൊണ്ട് ഇത്ര രൗദ്രമാണ്? പല ചരിത്രകാരന്മാരും പറയുന്നു കണ്ണകിയുടെ പത്തിനി ആരാധനയാണ് പിന്നീട് ഭദ്രകാളിയായി മാറിയതെന്ന്. കൊടുങ്ങല്ലൂരിൽ രൗദ്രഭാവം, ആറ്റുകാലിൽ കരുണ. പക്ഷേ ഇവിടെല്ലാം ഒരേ സ്ത്രീയുടെ ഓർമ്മയാണ്. ഇത് ദേവിയുടെ കഥയല്ല, സ്ത്രീയുടെ ചരിത്രമാണ്. കണ്ണകി പുരാണമല്ല, അവൾ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ആദ്യ വിപ്ലവകാരിയാണ്. പക്ഷേ ഇന്ന് അവളുടെ പാത കാടുകയറി നശിക്കുന്നു. മംഗളാദേവി തർക്കഭൂമിയായി. ചരിത്രം വീണ്ടും മറക്കപ്പെടുന്നു. കണ്ണകിയുടെ കാൽച്ചിലമ്പിന്റെ ശബ്ദം ഇന്നും കേരളത്തിന്റെ കാറ്റിലുണ്ട്. നാം കേൾക്കണോ, അവഗണിക്കണോ എന്നതാണ് ചോദ്യം. മംഗളാദേവി ക്ഷേത്രം സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കണം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കമന്റിൽ എഴുതൂ. മറക്കപ്പെട്ട പാരമ്പര്യങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്ര തുടരും. മറ്റൊരു വീഡിയോയുമായി നമുക്കുടനെ കാണാം. നന്ദി.